ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ എന്നെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളെ വീഡിയോ ഒരു ദിവസം വന്നില്ല, 7 മണി കഴിഞ്ഞാൽ എല്ലാവരും തിരക്കി വരുന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്നലെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കുഞ്ഞിന് വയ്യാണ്ടൊക്കെ ആയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. പിന്നെ അല്ലറ ചില്ലറ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് അമ്മ കോഴിക്കോട് നിന്ന് ആലപ്പുഴയിലേക്ക് വരികയാണ്. ഒറ്റക്കാണ്, ആ ഒരു ടെൻഷനാണ് ഞങ്ങൾക്ക്. എവിടെയായി D1-ലാണ്, എവിടെയായി നോക്കി നിൽക്കുകയാണ്. ഇത് വിപുൽ ബ്രേട്ടാ മുന്നിലേക്ക് പോകുന്നത്. ചേട്ടൻ്റെ ഓട്ടോയിലായിരുന്നു ഞങ്ങൾ വന്നത്. അങ്ങനെ അമ്മ എത്തി. മിതുവാണ് ബേക്കിൽ. മിതു ഉള്ളിൽ കൂടി അങ്ങ് ചാടി കയറിയതാണ് ലഗേജ് എടുക്കുക. അങ്ങനെ വീട്ടിൽ വന്ന് അപ്പം തന്നെ കൊറിയറെല്ലാം പൊട്ടിച്ച്. കൂടുതലും ലിയക്കാകട്ടോ കൊണ്ടുവന്നേ. ആദ്യമൊക്കെ എനക്കായിരുന്നു കൊണ്ടുവരല്. ഇപ്പം ലിയ വന്നതിന് ശേഷം എല്ലാം ലിയക്ക. അങ്ങനെ ലിയൻ്റെ ഒത്തിരി ഡ്രസ്സ് കാര്യങ്ങൾ ഒരുപാട്. അവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒത്തിരി പേര് കാണാൻ വന്ന് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന്. അതൊക്കെയാണ്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഇളനീർ അലുവയാണ്. പിന്നെ തേങ്ങക്ക് ഇവിടെ വലിയ വിലയും ക്ഷാമമാണ്. കിട്ടാൻ ക്ഷാമമാണ്, വില കൊടുത്താലും കിട്ടാൻ ക്ഷാമമാണ്. അങ്ങനെ തേങ്ങ, പിന്നെ ഉണക്കാണ് ഞാനിപ്പോൾ പൊട്ടിക്കുന്നത്. ഉണക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ അമ്മ കൊണ്ടുവന്നുണ്ട്. അത് വേഗം തന്നെ അൺബോക്സ് ചെയ്യുകയാണ് ഞാനെല്ലാം. അമ്മ കൊണ്ടുവന്ന കംപ്ലീറ്റ് സാധനം. അങ്ങനെ ഒരു സ്പെഷ്യൽ അമ്മ കർക്കിടകത്തിൽ ഉണ്ട കൊണ്ടുവന്നുണ്ട്, വലിയ ഉണ്ട. ഇത് കണ്ണൂർക്കാർക്കും കോഴിക്കോടുകാർക്കൊക്കെ പരിചിതമായിരിക്കും ഈ ഒരു ചടങ്ങ്, കർക്കിടകത്തിൽ ഉണ്ട കൊണ്ടുവരൽ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മക്ക് വേഗം ഫുഡ് കൊടുത്ത് ഞാനും കൂടെ കഴിക്കുകയാണ്. ഏകദേശം കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 2 മണിയായി. അങ്ങനെ ഒരു 4 മണി അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തോട്ടേക്ക് ഇറങ്ങി. കുഞ്ഞിൻ്റെ ഡയപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങാനും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അങ്ങനെ അമ്മേൻ്റെ വകയും ഡ്രസ്സ്, ഹസ്ബൻഡും അതായത് മിതുവിൻ്റെ വകയും ഡ്രസ്സ്, അങ്ങനെയൊക്കെ കുറച്ച് ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ടേന്. ഞാൻ മിററിൻ്റെ മുന്നിൽ നിന്ന് സ്റ്റൈലാക്കുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര പർച്ചേസിങ് മൂഡിലാണ്. അങ്ങനെ പർച്ചേസിങ് ഒക്കെ ഏകദേശം കഴിയാറായി. പിന്നെ വിശാൽ മാർട്ട് അങ്ങനെ ഒരു പുതിയ വന്നതാണ് കേട്ടോ. അത്യാവശ്യം ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം കുഞ്ഞുങ്ങളെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ ഡ്രസ്സിനൊക്കെ. അപ്പം അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട് പിടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.